അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മത്സരത്തിന് ഇറങ്ങിയ ആളുകളല്ല ഞങ്ങൾ. എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും, എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരമൊക്കെ ഉണ്ടാവും. അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലുണ്ട്. എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചവരല്ല. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഇവിടെ ഉണ്ടാവും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ചോദിക്കാൻ തുടങ്ങിയല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ? അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ മഴയും വെയിലും ഏറ്റ് നടത്തുന്ന ജാഥ, അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു. എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം UDF-നാണ് കിട്ടാൻ പോകുന്നത്. കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും UDF-ന് അനുകൂലമാണ്. ഈ നിലമ്പൂരിന്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട്. ഇനി ഈ നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ, CPM-ന്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക, വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയവാദിയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പം അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ, നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ ഉണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ, എല്ലാവരും സ്ഥാനാർത്ഥി, മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ. അതൊക്കെ അതിന്റെ വഴിക്ക് അവരുടെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതങ്ങനെ നടക്കട്ടെ. ഫസ്റ്റ് ചോയ്സ് സ്ഥാനാർത്ഥി ഇതായിരുന്നു എന്നുള്ളത് അവരുടെ ഇത്രയും കാലത്തെ സെർച്ച് എഞ്ചിൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്ഥാനാർത്ഥി